ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോകവ്യാപകമായി ഓട്ടിസം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കൃത്യമായ ബോധവൽക്കരണത്തിന്റെ അപജയം തന്നെയാണ് ഈ രോഗാവസ്ഥയെ ഇത്രയേറെ ദുരിതപൂർണമാകാൻ കാരണം. എന്നാൽ ഇതിനെ ചെറുക്കാൻ സംഘടനകളും സ്ഥാപനങ്ങളും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലോക ഓട്ടിസം ദിനത്തിൽ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. തെരഞ്ഞെടുപ്പ് സർവേകൾ കോർപ്പറേറ്റുകളുടെ കർത്തവ്യമെന്ന് പിണറായി വിജയൻ. സർവേകൾ യാഥാർത്ഥ്യമല്ലെന്നും പിണറായി. വികസന ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു. കോഴിക്കോട് സെക്രട്ടേറിയറ്റ് അനക്സിന് മുൻകൈയെടുക്കുമെന്ന് എം.കെ. രാഘവൻ. മെഡിക്കൽ കോളേജിനെ എയിംസ് പദവിയിലേക്ക് ഉയർത്തുമെന്ന് വിജയരാഘവൻ. ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനം. ബോധവൽക്കരണ പരിപാടികളുമായി ജില്ലയിൽ വിവിധ സംഘടനകൾ. വാർത്തകൾ വിശദമായി. ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി പോലീസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി. അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും ഏപ്രിൽ 2 ഓട്ടിസം ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഓട്ടിസം ദിനം ആചരിച്ചു. പോലീസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി. അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. രോഗത്തെക്കുറിച്ചുള്ള അവബോധം പകർന്നു നൽകുന്നത് ഒരു ദിനം മാത്രം ഒതുക്കാതെ എന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ കാര്യത്തിലും ഈ സൂക്ഷ്മതലത്തിലുള്ള മേഖലകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ. പണ്ടത്തെ പോലെ 1-2 കോളത്തിൽ അല്ലെങ്കിൽ 1-2 പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവത്തെ ഒതുക്കുന്ന ഒരു സ്വഭാവമല്ല. കാരണം അത് കാലത്തിന്റെ പുരോഗതിയോടൊപ്പം കടന്നു വന്നിട്ടുള്ള സവിശേഷത ഈ സാമൂഹ്യ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒക്കെ തന്നെ ഇതുണ്ട്, ആരോഗ്യ മേഖലകളിലും ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. ഈ പൊതുവായിട്ടുള്ള ഈ സൂക്ഷ്മതലത്തിലേക്കുള്ള വളരെ മൈക്രോ ലെവലിലേക്കുള്ള ഒരു വിശകലന രീതി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം. പരിപാടിയിൽ ഹ്യൂമാനിറ്റി ട്രസ്റ്റ് അംഗം പി. സിക്കന്ദർ അധ്യക്ഷം വഹിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി മെമ്പർ ടി. കെ. മുഹമ്മദ് യൂനുസ്, IMA സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അജിത് ഭാസ്കർ, മെഹ്റൂഫ് മണലുടി, അശോകൻ ആലപ്രത്ത്, KP ശിവദാസൻ, M. മൻസൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ തിരുവനന്തപുരം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ച് പ്രിൻസിപ്പൽ ഡോക്ടർ M.K. ജയരാജ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് G. ധനേഷ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫമിദ ഷാജിദ്, ഇംഹൻസ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് KK. അനൂപ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഖത്തർ രാജകുടുംബാംഗത്തിനു വേണ്ടി ബേപ്പൂരിൽ നിർമ്മിച്ച ഡബിൾ ഡെക്കർ ഉല്ലാസനൗക യാത്രയ്ക്കൊരുങ്ങി. സാംബൂക്ക് ഇനത്തിൽപ്പെട്ട ഒരു ഖലാസി മൂപ്പൻ ബേപ്പൂർ കൈതയിൽ കോയയുടെ നേതൃത്വത്തിൽ ദവ്വർ തിരിച്ച് ഉരുളൻ ബാലൂസിലൂടെയാണ് നീരണിയുന്നത്. ഖത്തർ രാജകുടുംബാംഗമായ ഷൈഖ് മുഹമ്മദ് ജാസിം അൽത്താനിക്ക് വേണ്ടി കോഴിക്കോട്ടെ ബിച്ചു ആൻഡ് കമ്പനിയാണ് യാനം നിർമ്മിച്ചത്. 12 അടി ഉയരമുള്ള ഉരുവിന്റെ മുകളിൽ 110 അടിയും കീഴിൽ 88 അടിയും നീളമുണ്ട്. 30 അടി വീതിയുള്ള ഉരു BC റോഡിൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ ഗിലേഷ് യാർഡിൽ നിന്നാണ് ചാലിയാറിൽ എത്തിക്കുക. തച്ചുശാസ്ത്ര വിദഗ്ധരായ ബേപ്പൂർ എടത്തൊടി സത്യൻ, പുഴക്കര രമേശൻ, ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 20 തൊഴിലാളികൾ 2.5 വർഷം അധ്വാനിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തേക്ക്, വാഗ, കൊയില മരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രാജകുടുംബത്തിന് ദോഹ കടലിൽ ഉല്ലാസയാത്രയ്ക്ക് ഉപയോഗിക്കാനാണ്. ബേപ്പൂരിൽ നിന്ന് നേരെ ദുബായിലേക്കാണ് കൊണ്ടുപോകുന്നത്. അകത്തെ അലങ്കാരപ്പണികളും മുറികൾ വേർതിരിച്ച് മോടി പിടിപ്പിക്കലും മറ്റും ദുബായിലാണ് നടക്കുക. തുറമുഖ അധികൃതരുടെയും കസ്റ്റംസിന്റെയും രേഖകൾ ശരിപ്പെട്ടാൽ 2 ആഴ്ചയ്ക്കകം ഉരു കൊണ്ടുപോകാനാണ് പദ്ധതിയെന്ന് ബിച്ചു ആൻഡ് കമ്പനി പ്രൊപ്പറേറ്റർ SM യഹിയ പറഞ്ഞു. ഈ വർഷം ഇത് 2ാമത്തെ ഉരുവാണ് ബിച്ചു ആൻഡ് കമ്പനി നീറ്റിലിറക്കുന്നത്. അണിയത്തിൽ അത്യപൂർവ കൊത്തുപണികളുമായി നിർമ്മിച്ച കൂറ്റനൊരു ജനുവരിയിൽ ഖത്തറിലേക്ക് കൊണ്ടുപോയിരുന്നു. ഖത്തർ രാജകുടുംബാംഗമായ ഷൈഖ് അബ്ദുള്ള അസീസ് അൽത്താനിക്ക് വേണ്ടിയായിരുന്നു ഇത്. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി നൈനു.
ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് സർവേകൾ കോർപ്പറേറ്റുകളുടെ കർസേവയെന്ന് പിണറായി വിജയൻ. മുടക്കുന്ന കാശിന് ഫലമുണ്ടാക്കി കൊടുക്കുകയാണ് ഈ സർവേകളെന്നും തെരഞ്ഞെടുപ്പ് സർവേകൾ യാഥാർത്ഥ്യമല്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ദില്ലി ചലോ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് സർവേകളുടെ ഒരു കാലം കൂടിയാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളുടെ ഒരു കർസേവിയായിട്ടാണ് ഈ സർവേകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. സർവേ പലപ്പോഴും നിലവിലുള്ള യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നത്. ആരാണോ ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫലം വാർത്തയായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമായിട്ടാണ് ഇപ്പോൾ അത് ചുരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി എല്ലാ പൊതു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത തനിക്ക് ഇത്തവണ വോട്ടവകാശം നിഷേധിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ഇടിയങ്ങര സ്വദേശിയായ DV കോയസൻ കോയ. CPM കാരനായ BLO UDF സ്ഥാനാർത്ഥിയായ തന്റെ വോട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വെട്ടിമാറ്റുകയായിരുന്നുവെന്നും കോയസൻ കോയ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ 27ാം ബൂത്തിലെ വോട്ടറായിരുന്നു DV കോയസൻ ഹോയ. കഴിഞ്ഞ 40 വർഷങ്ങളിൽ ലോക്സഭയിലേക്കും അസംബ്ലികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും പല ഘട്ടങ്ങളിലായി നടന്ന ഇലക്ഷനുകളിൽ വോട്ട് ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല ഈ 40 വർഷങ്ങളിൽ ബൂത്ത് ഏജന്റായി MM ഹൈസ്കൂൾ, പരപ്പിൽ GLP സ്കൂൾ, കുണ്ടുങ്ങൽ GLP സ്കൂൾ എന്നീ ബൂത്തുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് 27ാം ബൂത്തിൽ മാത്രമാണ് വോട്ടുണ്ടായിരുന്നത്. ഈ വോട്ടർ പട്ടികയിലെ വോട്ടാണ് നിയമവിരുദ്ധമായും ചട്ടപ്രകാരമല്ലാതെ തന്നെ അറിയിക്കാതെയും തന്റെ വിശദീകരണത്തിന് അവസരം നൽകാതെ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതെന്ന് DV കോയസൻ കോയ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ ഭരണാധികാരി തന്നെ പുനഃസ്ഥാപനം. കാരണം നിയമം കിട്ടുന്നത് ഞാൻ അപേക്ഷിച്ചിട്ടോ മാറ്റിയിട്ടോ വേറെ കൊടുത്തും ചേർത്തതിന്റെ പേരിലാണ് കിട്ടുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ നിയമവിരുദ്ധമായിട്ട് വെട്ടിയാണ് ആളുകൾ BLO കൊടുക്കാൻ അങ്ങനെ BLO എന്തെങ്കിലും അധികാരം ഞാൻ തീരൊന്നും എനിക്ക് കൊടുത്തിട്ടില്ല. കാരണം എന്റെ വോട്ട് എനിക്കാണ് എവിടത്തേക്ക് ചേർക്കണമെന്നും എവിടത്തേക്ക് മാറ്റാനുള്ള അധികാരമുണ്ട്. ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനും എനിക്കാണ് അധികാരം. അങ്ങനെ എനിക്ക് BLOക്ക് അധികാരം കൊടുക്കുന്നത് നിയമത്തിന്റെ ഇലക്ഷന്റെ അടുത്ത് തോന്നുന്നില്ല. കാരണം വ്യക്തമായ ധാരണയില്ലാതെ ഞാൻ അപേക്ഷിക്കാതെ BLO മാറ്റാൻ പാടില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് വെട്ടുന്നതിന് കുടപിടിക്കുന്ന ചില വോട്ട് പോക്കറ്റടിക്കാരാകുന്നു. അതിന് സഹായിച്ചവരോട് പോക്കറ്റടിച്ച വോട്ട് പുനഃക്രമീകരണം ചെയ്യാതെ അപൂർണമായ വിവരങ്ങളാണ് വിവരാവകാശത്തിൽ തന്നത്. കോഴിക്കോട് താലൂക്ക് തഹസിൽദാർക്ക് വിവരാവകാശ ഹർജി നൽകിയിട്ടുണ്ട്. അതിന്റെ ന്യായവും വ്യക്തമായ വിവരാവകാശത്തിനും മറ്റും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോയസൻ കോയ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ് ചേരും. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ JDT ഇസ്ലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച 7 ദിവസത്തെ സഹവാസ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ സമാപനം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു. JDT ഇസ്ലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച 7 ദിവസത്തെ സഹവാസ ക്യാമ്പ് സമാപിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിന്റെ സമാപനം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ശരിക്കുള്ള
കഴിവ്, സേവനം. നമ്മളിവിടെ നാഷണൽ സർവീസാണ്, രാഷ്ട്രത്തിനുള്ള സേവനമാണ്. അത് വളരെ പ്രകടമായ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് വളരെയധികം ഞാൻ നിങ്ങളെ ഈ വിധത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ കാര്യത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വരുമ്പോൾ ഈ മാനസികാരോഗ്യ കേന്ദ്രം മാനസികമായിട്ട് മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ അനുഭവിച്ച ഒരു വിഭാഗത്തിൻ്റെ അവസാന സ്റ്റേജിലാണല്ലോ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രകൃതി തന്നെ നമുക്കിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്രമതുല്യമായ സ്ഥലമാണ്. ശാന്തിയും സമാധാനവും എനിക്കിവിടെ വന്നിട്ട് സത്യം ഞാൻ പറയുന്നത്, എനിക്കിവിടെ വളരെയധികം ശാന്തി സമാധാനം കിട്ടിയിരിക്കുന്നത്. ഈ സ്ഥലത്തിരിക്കുമ്പോൾ വളരെ സമാധാനവും ശാന്തിയും. കോർപ്പറേഷൻ കൌൺസിലർ ശ്രീകുമാർ അധ്യക്ഷം വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ടി റിയാസ്, JDT ഇസ്ലാം VHSS പ്രിൻസിപ്പൽ PK അബു റഷീദ്, പറയഞ്ചേരി LP സ്കൂൾ ഹെഡ്മാസ്റ്റർ വിജയലക്ഷ്മി, V വിഷ്ണു എന്നിവർ സംസാരിച്ചു. മാനസികാരോഗ്യ പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായി വിവിധ സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള പുതിയപാലം യൂണിറ്റ് ജനറൽ ബോഡി യോഗം SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്സ് കേരള പുതിയപാലം യൂണിറ്റ് ജനറൽ ബോഡി യോഗം SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു വർഷത്തിലൊരു വാർഷിക സമ്മേളനം നടക്കണം. അതിൽ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ച് അത് പാസ്സാക്കി ജില്ലയ്ക്ക് മേൽ കമ്മിറ്റി ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ പയ്യൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് പണിയൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ മാറിക്കൊണ്ട് അവർ യോഗം വിളിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ യോഗം നടത്തിയില്ല എന്ന് ചോദിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളെ എടുക്കണം. എന്നാലല്ലേ സംഘടന മുന്നോട്ട് പോകുള്ളൂ. ഭാരവാഹികളെ സംബന്ധിച്ച് അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ വളരെ സൗകര്യമായി. അപ്പൊ ഒന്നും ആരോടും പറയണ്ടല്ലോ. അവരവരുടെ പണിയൊക്കെ നിർത്തി 2 വർഷത്തിലൊരിക്കലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യോഗം വിളിച്ച് അവസാനിക്കും. ചോദിക്കണം, നിങ്ങൾ മീറ്റിംഗ് കൂടിയോ? യൂണിറ്റ് പ്രസിഡന്റ് K അരുൾദാസ് അധ്യക്ഷം വഹിച്ചു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ PM സുന്ദരൻ, സംസ്ഥാന ട്രഷറർ KC ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് TN കൃഷ്ണൻ, സെക്രട്ടറി TP ബാലൻ, K ഗോപി, T ഗിരീഷ്, ബാലൻ എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക, ക്ഷേമനിധി കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സംഘടന പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. രാജ്യത്തിന് മുന്നിൽ കുടുംബത്തെ പോലും മറന്ന സ്വാതന്ത്ര്യദാഹിയായിരുന്നു NP അബു സാഹിബ് എന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അധികാരമോഹമില്ലാതിരുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് NP അബു സാഹിബ് അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സ്വാതന്ത്ര്യ സമരകാലത്തെ തീച്ചൂടിൽ രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുകയായിരുന്നു NP അബു സാഹിബ് എന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരിച്ചു. രാജ്യത്തിനും കോൺഗ്രസിനും വേണ്ടിയായിരുന്നു അബു സാഹിബിന്റെ ജീവിതം. ഇതിനിടയിൽ മറ്റെന്തെല്ലാം അവഗണിച്ചു. ബുദ്ധിയുദിച്ചതു മുതൽ കോൺഗ്രസ് പ്രവർത്തകനായി ജീവിച്ചു. ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് സമൂഹത്തിന് മാതൃകയായി. പുരോഗമനവാദിയായ മതവിശ്വാസി കൂടിയായിരുന്നു അബു സാഹിബ്. മുനിസിപ്പൽ കൌൺസിലർ സ്ഥാനത്തിനപ്പുറം മറ്റൊരു പദവി പോലും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ലെന്നും ആര്യാടൻ മുഹമ്മദ് കൂട്ടിച്ചേർത്തു. കോഴിക്കോട് NP അബു സാഹിബ് ചരമവാർഷിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, സത്യസന്ധത, രാജ്യത്തിനോടുള്ള സ്നേഹം, കോൺഗ്രസിനോടുള്ള സ്നേഹം, കോൺഗ്രസ് ബുദ്ധിയുറച്ച മുതൽ കോൺഗ്രസിൽ പ്രവൃത്തിയുറച്ചു നിന്ന് ജീവിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിലും അതിലും അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു. അതിലും ഉറച്ചു വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് KC അബു അനുസ്മരണ പ്രഭാഷണം നടത്തി. NP അബു സാഹിബിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം INDC വർക്കിംഗ് പ്രസിഡന്റ് PK ഗോപാലിന് മന്ത്രി സമർപ്പിച്ചു. പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. SK അബൂബക്കർ കോയ, അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, CN വിജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് M രാജൻ, MP രാധാകൃഷ്ണൻ, MC സുധാമണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജല അതോറിറ്റി മൂഴിക്കൽ പ്ലാന്റിലെ ചെളി നീക്കം ചെയ്തു. പ്ലാന്റിലെ കിണറിനോട് ചേർന്ന ഇൻടേക്ക് ചാനലിലെ ചെളിയും മണ്ണുമാണ് നീക്കം ചെയ്തത്. ഇതോടെ മൂഴിക്കലിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മുടങ്ങിയ ജലവിതരണം വീണ്ടും പുനരാരംഭിക്കും. ജല അതോറിറ്റി മൂഴിക്കൽ പ്ലാന്റിലെ കിണറിനോട് ചേർന്ന ഇൻടേക്ക് ചാനലിലെ ചെളി നീക്കം ചെയ്തതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ 1 മാസമായി ലഭിക്കാത്ത വെള്ളം ഇനി കിട്ടിത്തുടങ്ങും. പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ ഉള്ള വെള്ളം പരമാവധി എത്തിക്കുന്നതിനാണ് വൃത്തിയാക്കിയത്.
വേനൽ കടുത്തു വന്നതോടെ പുഴയിലെ ജലനിരപ്പ് ഏറെ കുറയുന്നുണ്ടെങ്കിലും ജലനിരപ്പ് ഉയർത്തുന്നതിനായി ഇവിടേക്ക് എത്തിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. മൂഴിക്കൽ പാലത്തിനോട് ചേർന്ന താൽക്കാലിക തടയണ കുറച്ചു ഭാഗം പൊളിച്ചു. അതിനാൽ മുകൾ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി വെള്ളം എത്തിയിട്ടുണ്ട്. മൂഴിക്കലിലും പൂളക്കടവിലുമായി 4 കിണറുകളിൽ നിന്നാണ് പമ്പിംഗ് നടത്തുന്നത്. വെള്ളത്തിന്റെ കുറവ് കാരണം 1 മണിക്കൂർ ഇടവിട്ടാണ് പമ്പിംഗ് നടത്തുന്നത്. തുടർച്ചയായി പമ്പിംഗ് മുടങ്ങിയതോടെ ഇവിടെ നിന്നുള്ള ജലവിതരണത്തെ കാര്യമായി ബാധിച്ചിരുന്നു. പുഴയിലെ വെള്ളം പരമാവധി ഉപയോഗപ്പെടുത്താനായി അധികം വൈകാതെ സമ്മർ പമ്പിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ജല അതോറിറ്റി. കഴിഞ്ഞ തവണ ഏപ്രിൽ 10 മുതൽ സമ്മർ പമ്പിംഗ് ആരംഭിച്ചിരുന്നെങ്കിലും ഇത്തവണ അതിലും നേരത്തെ നടത്തേണ്ട സ്ഥിതിയാണുള്ളത്. കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന് തുടക്കം. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സി ഉമർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയിലെ കെ.പി. സന്തോഷ് കുമാറാണ് കോച്ച്. കാൽപന്ത് കളിയിൽ പുതുതാരങ്ങളെ വാർത്തെടുക്കാൻ കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ അവധിക്കാല പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. സ്കൂളിന് ശക്തമായൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ കളി പരിശീലിപ്പിക്കുന്നത്. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ 6 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 20 കുട്ടികളെയാണ് കളി പഠിപ്പിക്കുന്നത്. ആദ്യ 1 മാസം തുടർച്ചയായ പരിശീലനത്തിന് ശേഷം പിന്നീട് ആഴ്ചയിൽ 2 ദിവസമാക്കി ചുരുക്കും. മുൻകാല കോച്ച് കെ.പി. സന്തോഷ് കുമാറാണ് പരിശീലകൻ. മാനേജ്മെന്റിന്റെ അകമഴിഞ്ഞ പ്രോത്സാഹനത്തിന്റെ ബലത്തിലാണ് സ്കൂളിൽ പുതിയ ഫുട്ബോൾ ടീമിനെ കെട്ടിപ്പടുക്കുന്നത്. മുൻ സംസ്ഥാന താരവും ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ സി ഉമർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബ്രദർ ജോസഫ് ചാരുപ്ലാക്കൽ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ ശോഭ മോഹൻ, കായികാധ്യാപകൻ സുരേഷ് പ്രഭാകരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. ഒഴുകും സംസ്കൃതിതൻ നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് നരിക്കുനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബൈത്തുൽ ഇസ സ്ഥാപനങ്ങളുടെ 20ാം വാർഷികം ഏപ്രിൽ 4, 5, 6 തീയതികളിൽ നടക്കും. 4-ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബൈത്തുൽ ഇസ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നരിക്കുനി PP ഉസ്താദ് നഗറിലാണ് ബൈത്തുൽ ഇസ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ആത്മീയ സമ്മേളനം, ന്യൂനപക്ഷ സമ്മേളനം, മുല്ലിമീൻ മാനേജ്മെന്റ് സംഗമം, വിദ്യാഭ്യാസ സമ്മേളനം, പ്രാസ്ഥാനിക സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പ്രവാസി സംഗമം എന്നിവ നടക്കും. 4-ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 4, 5, 6 തീയതികളിൽ സ്ഥാപനത്തിന്റെ ശില്പിയും പ്രഥമ പ്രസിഡന്റുമായിരുന്ന പാറന്നൂർ PP ഉസ്താദിന്റെ നഗരിയിൽ നെരിക്കുനിയിൽ വെച്ച് അതിവിപുലമായിട്ട് നടത്തപ്പെടുകയാണ്. 4-ാം തീയതി വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. അന്ന് രാത്രി 7 മണിക്ക് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സയ്യിദന്മാരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന ആത്മീയ സമ്മേളനം നടക്കും. 40 സയ്യിദന്മാരും 40 പണ്ഡിതന്മാരുമുള്ള ആത്മീയ വേദിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 6-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മലബാറിലെ പ്രസിദ്ധമായ കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവിലെ 8 ദിവസം നീണ്ട കളിയാട്ട മഹോത്സവത്തിന് സമാപനം. ധനുരാശി മുഹൂർത്തത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വാളകം കൂടി, തുടർന്ന് ആകാശത്തിന്റെ അനന്തതയ്ക്ക് കീഴെ കരിമരുന്ന് പ്രയോഗവും നടന്നു. ഭക്തജന സഹസ്രങ്ങളാണ് കാളിയാട്ട മഹോത്സവത്തിനെത്തിയത്. കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രോത്സവം പ്രശസ്തമായ കാളിയാട്ടത്തോടെ സമാപിച്ചു.
ഉച്ചയോടെ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. കാളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുകയെന്നത് ദേശക്കാരുടെ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങാണ്. അതിനാൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും പ്രദേശവുമായി ബന്ധമുള്ളവരുമെല്ലാം എത്ര അകലെയായാലും കാളിയാട്ടത്തിന് എത്തിച്ചേരും. അവരുടെ ജീവിതവും വിശ്വാസവുമായി അത്രയും ഇണങ്ങിച്ചേർന്നതാണ് കാളിയാട്ടം. ഇത്തവണ ഉത്സവവുമായി ബന്ധപ്പെട്ട് 4 ട്രെയിനുകൾക്ക് കൊയിലാണ്ടിയിൽ പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊല്ലത്ത് അരയന്റെയും വേട്ടുപുരയുടെയും തണ്ടാന്റെയും വരവുകളും മറ്റ് അവകാശ വരവുകളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ പുരുഷാരത്താൽ കാവും പരിസരവും വീർപ്പുമുട്ടി. വൈകുന്നേരം പുറത്തെഴുന്നള്ളിച്ച് പാലച്ചൂട്ടിലേക്ക് നീങ്ങി. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം കലാമണ്ഡലം ശിവദാസന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിന് ശേഷം ക്ഷേത്രം കിഴക്കേനടയിലൂടെ ഊരു ചുറ്റാനിറങ്ങി. നിശ്ചിത സ്ഥലങ്ങളിലൂടെ ക്ഷേത്രത്തിലെത്തി വാളകം കൂടി. നാന്തകമെഴുന്നള്ളിപ്പിന്റെ അവസാന ഘട്ടത്തിൽ നാന്തകമെടുത്ത മൂസത് ആനപ്പുറത്തു നിന്നതിനെ ഉറയുകയും നാന്തകം ശ്രീലക സോപാനത്തിലെത്തിച്ച് മേൽശാന്തിയുടെ കർമ്മത്തിന് ശേഷം യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് വാളകം കൂടൽ. നാന്തകമെഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കാൻ തലശ്ശേരിയിൽ നിന്നും തിരുപ്പൂരിൽ നിന്നുമുള്ള അവകാശികളായ അകമ്പടി ചെട്ടിയമാർ എത്തിയിരുന്നു. വലിയ വിളക്ക് ദിവസം മേളം ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ വരെ നീണ്ട മേളത്തിന് കലാമണ്ഡലം ബാലരാമൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, കടന്നപ്പള്ളി ശങ്കരൻകുട്ടിമാരാർ, കലാമണ്ഡലം പ്രിൻസിപ്പൽ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശിവരാമൻ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ്, ചെറുപ്പളശ്ശേരി രാംകുമാർ, വെള്ളിനേഴി രാമനുണ്ണി, പനമണ്ണ മനോഹരൻ, പരവൂർ വേണു എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലധികം മേളക്കാർ അണിചേർന്നു. മേളത്തിന് സമാപനം കുറിച്ച് പുലർച്ചെ 5-ന് വാളകം കൂടി. കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ മേളക്കാരുടെ പാണ്ഡിമേളവും ഉണ്ടായിരുന്നു. ഗംഭീര വെടിക്കെട്ടോടെയാണ് കാളിയാട്ടത്തിന് സമാപനമായത്. അറിയിപ്പുകൾ. പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സൗജന്യ യോഗ ക്ലാസ് ഏപ്രിൽ 7 മുതൽ പതഞ്ജലി യോഗ സെന്ററിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് 049527703552 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ ചെസ്, ചിത്രരചന എന്നിവയിൽ അവധിക്കാല ക്ലാസുകൾ ഏപ്രിൽ 7-ന് ആരംഭിക്കും. ഫോൺ 049527741252. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് സർവേകൾ കോർപ്പറേറ്റുകളുടെ കർത്തവ്യമെന്ന് പിണറായി വിജയൻ. സർവേകൾ യാഥാർത്ഥ്യമല്ലെന്നും പിണറായി. വികസന ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു. കോഴിക്കോട് സെക്രട്ടേറിയറ്റ് അനക്സിന് മുൻകൈയെടുക്കുമെന്ന് MK രാഘവൻ. മെഡിക്കൽ കോളേജിനെ എയിംസ് പദവിയിലേക്ക് ഉയർത്തുമെന്ന് വിജയരാഘവൻ. ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനം. ബോധവൽക്കരണ പരിപാടികളുമായി ജില്ലയിൽ വിവിധ സംഘടനകൾ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.